ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് ഉരുക്കി ഒരു ബ്രൗൺ കളർ ആവട്ടെ, അതുവരെ നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അങ്ങനെ പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഈ ബ്രൗൺ കളറല്ല, കുറച്ചുകൂടി ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവട്ടെ, അതുവരെ ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. കളർ കുറച്ച് കഴിഞ്ഞാൽ മാറും കേട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ പഞ്ചസാര ഇതേപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയും ഈ വെള്ളവും നന്നായി ഒന്ന് യോജിക്കട്ടെ, ഒന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. കുറച്ച് നേരം ഒരു 2 മിനിറ്റ് മതിയാവും. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ കേട്ടോ. അതിന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തത് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അതേപോലെ തന്നെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ ഈ പഞ്ചസാര. ഇതായി ചെറുതായി ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഇതൊന്ന് റെഡിയായി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് നന്നായി ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ആ നേരത്തെ പോലെ തന്നെ ഇത് രണ്ടും നന്നായി ഒന്ന് യോജിച്ച് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ക്യാരറ്റ് ചീകിയെടുത്തത് അത് 1 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ചീകിയെടുത്തതാണ്. ആ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് തീ കൂട്ടി വെച്ചോളൂ. ഈ സമയത്ത് ഒരു 2 മിനിറ്റ് മതിയാവും. ഇതിലത്തെ ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി ക്യാരറ്റ് നല്ല ഈ പഞ്ചസാരൻ്റെ ഈ മധുരം എല്ലാം വലിച്ചെടുത്ത് ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് മതിയാവും കേട്ടോ. അങ്ങനെ 2 മിനിറ്റിന് ശേഷം ഇതൊക്കെ കണ്ടില്ലേ ആയിട്ടുണ്ട്. ഇതേപോലെ ആയിട്ടുണ്ട്. ക്യാരറ്റൊക്കെ അത്യാവശ്യമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട്. ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം. നനവില്ലാത്ത മിക്സിൻ്റെ ജാർ എടുക്കാൻ ശ്രമിക്കുക. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര വന്നിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിലേക്ക് 2 കോഴിമുട്ട ഉടച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ക്യാരറ്റ് ഉണ്ടല്ലോ, ഇതേപോലെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ താഴെ പോകും. അങ്ങനെ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ താഴെ നിൽക്കും. അങ്ങനെ ആവാതെ എല്ലാവിടെയും ഒരുപോലെ ക്യാരറ്റിൻ്റെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 2 ടേബിൾ സ്പൂൺ മൈദ ഒക്കെ ഇട്ടെടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണതേ. ഇനി നമുക്ക് വേണ്ടത് അമൃതം പൊടിയാണ്. അമൃതം പൊടി ഒരു 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൈദ 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്. ഇത് 3 ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചെലിച്ചെടുക്കാം. ഒരു 4 പ്രാവശ്യമൊക്കെ ചെലിച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യാമെന്ന് പറഞ്ഞോ, നമ്മൾ ആദ്യം അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ മിക്സിൻ്റെ ജാറിൽ മുട്ടൻ ഒക്കെ ഇട്ടിട്ട്, ആ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് മെല്ലെ മെല്ലെ യോജിപ്പിച്ചെടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് പിന്നെയും കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലത് ഈ മാവൊക്കെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെല്ലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാവിടെയും മാവൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കുന്ന പോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് മെല്ലെ സാവധാനം യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ.
ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഭയങ്കര ടൈറ്റായിട്ടാണ് മാവ് ഇരിക്കണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. അതും ഫ്രിഡ്ജിൽ വെച്ച പാൽ ഒഴിച്ചു കൊടുക്കരുതേ, ഒഴിച്ചു കൊടുക്കാതെ ഇരിക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ ആദ്യം പഞ്ചസാര ഉരുക്കിയത് ഉണ്ടല്ലോ, ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചത്, അത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതേപോലെ സാവധാനം ഒന്ന് മെല്ലെ മെല്ലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് വന്നിട്ട് ഈ ഒരു പരുവായി കിട്ടണമേ, ഇതേപോലെ ആയി കിട്ടണം കേട്ടോ. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് കൊണ്ട് എല്ലാവിടെയും ഒന്ന് തടവി കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ എല്ലാവിടെയും ഒന്ന് തടവി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവിടെയും ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഈ മാവ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതിലത്തെ ബബിൾസ് എല്ലാം ഒരു ഫോർക്കോ വിക്സോ കൊണ്ടുവന്ന് ബബിൾസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അതിൻ്റെ മേലോട്ട് ഞാൻ ഫസ്റ്റിൽ ക്യാരറ്റ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാരറ്റ് ഇതിൻ്റെ മേലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിലും ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം വേണമെങ്കിലും മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് ആദ്യം ഉണ്ടാക്കി വെച്ചതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവിടെയും ഇതേപോലെ ഒന്ന് എല്ലാവിടെയും എത്തുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുമ്പോഴേ അമൃതം പൊടിൻ്റെ ഒരു മണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നത്. ഗ്രാമ്പു 4 എണ്ണം. ഗ്രാമ്പൂവിൻ്റെ മണം തീരെ ഇഷ്ടമില്ലാത്തൊരു വേണമെങ്കിൽ വാനില എസൻസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്രാമ്പു ഇട്ട് കൊടുത്ത് പറഞ്ഞാൽ നമ്മുടെ സാധാ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ നല്ല കുക്കറിലാണ് വെച്ചത് കേട്ടോ. ഒരു 45 മിനിറ്റ് വേണ്ടി വന്നു ഇത് വെന്ത് വരാൻ. നമ്മൾ അടുപ്പിലാണ് വെച്ച് വേവിക്കണ വെച്ചാൽ ഒരു 45 മിനിറ്റ് തവയൊക്കെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ കുക്കർ വെച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ടാണ് ഒരു 10 മിനിറ്റ് ആദ്യം ചൂടാക്കി എടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഈ മാവ് അതിലേക്ക് ഇറക്കി വെക്കാൻ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി കാണുമായിരിക്കും. ടാറ്റാ.